ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജൂൺ 2025 എങ്ങനെ, നിങ്ങളുടെ ജോലി, ജീവിതം, പ്രണയം ഈ ഒരു മേഖലയൊക്കെ ജൂൺ 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഓരോ ഗ്രൂപ്പിനും ഓരോ ചാം നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നവ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജൂൺ 2025 എങ്ങനെയാണ് എന്നുള്ളത് നോക്കുന്നു. അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും, അതുപോലെ പ്രണയ ജീവിതം, ഈ 3 സെക്ടറാണ് നോക്കുന്നത്. എന്നത്തെയും പോലെ ഞാൻ മന്ത്ലി പ്രഡിക്ഷൻസ് എങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ജോലി സംബന്ധമായിട്ട് ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന് ജൂൺ 2025 എങ്ങനെയായിരിക്കും? അവരുടെ ജോലി സംബന്ധമായി ജോലിയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ജൂൺ 2025 എങ്ങനെയായിരിക്കും? ജോലിയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും? പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നപ്പോൾ പറയണേ, എന്നാലൊരു കമൻറ്റ് കിട്ടിയതാണ് എനിക്ക്. കാർഡ് ഷഫിൾ ചെയ്യുന്ന ശബ്ദം വളരെ ബുദ്ധിമുട്ടാണ്, അതൊന്നും ചെയ്യാതിരിക്കും എന്നുള്ളത്. ഓക്കെ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം കാർഡ് ഷഫിൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മെസ്സേജസ് കിട്ടില്ല. ഓക്കെ, ഈ ഷഫിളിങ്, ഈ ശബ്ദം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് എനിക്ക് സൈലൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, 2025 ജൂൺ മാസം ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അത് ജോലി സംബന്ധമായിട്ട് എങ്ങനെയായിരിക്കും? നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് ടെമ്പറൻസ് ആണ് കേട്ടോ. ക്ലാരിഫൈ ദ ടെമ്പറൻസ്. Clarify the temperance. Clarify the Knight of Cups. Clarify the Knight of Cups. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജൂൺ മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ജൂൺ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിപ്പിന് വിരാമം എന്നൊരു വാക്ക് ഞാൻ കേട്ടു. അങ്ങനെ ഒരു ടേം ഞാൻ കേട്ടു ഇങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ വളരെ ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് ആണ്. അതായത് നിങ്ങൾക്ക് കടുംപിടുത്തങ്ങളില്ല. ആ ഒരു കാര്യം അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് നൽകണം എന്നാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം. നിങ്ങൾ അതിനൊരു ഡെഡ് ലൈനോ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നടക്കണം, നിങ്ങൾ യാതൊരു തരത്തിൽ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ വളരെ ഓപ്പൺ ആൻഡ് റെസെപ്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരു വിജയത്തിൻ്റെ സൂചനയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന മാസമാണ് ജൂൺ മാസം. ഓക്കെ, അപ്പോൾ ആ ഒരു കരിയറിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ എടുക്കുന്നുണ്ട്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആ ഒരു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ മൊമെൻറ്റിൽ നിങ്ങൾ കുറച്ച് നാളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ
കാരണം ഇവിടെ ഒരു ക്ഷമയുടെ എലമെന്റ് വന്നിട്ടുണ്ട് നമുക്ക് ടെമ്പറൻസ് കാർഡിൽ. അപ്പോൾ അതായത് കുറച്ച് നാളായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്, ക്ഷമയോടെ ശ്രമിക്കുന്നതാണ് എങ്കിൽ ജൂൺ മാസത്തിലാണ് നിങ്ങൾക്ക് അവിടെ എന്ത് കാണുന്നത്, ആ ഒരു കാര്യം നടക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ സക്സസ് ആയിട്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതൊരു കമ്മ്യൂണിക്കേഷൻ്റെ രൂപമാണ് കാണുന്നത്. നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്, ഒരു ഗുഡ് ന്യൂസ്. ഓക്കെ, പക്ഷെ നിങ്ങൾ അത് പ്രതീക്ഷിക്കുന്നതിന് നല്ലൊരു ഗുഡ് ന്യൂസ് ആണെന്ന് കാണുന്നു. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യണത്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് നേടിയെടുത്തിരിക്കും എന്നുള്ള ഒരു 100% ഷ്യൂറിറ്റി കിട്ടുന്ന ഒരു ഗുഡ് ന്യൂസാണ് വരുന്നത്. ഇനി നിങ്ങൾ ജൂൺ മാസം തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു മാസം തൊട്ട് നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ച് തുടങ്ങിയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്കൊരു ലക്ഷ്യം വെച്ചിട്ട്, കരിയറിലൊരു ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ പ്രയത്നിച്ച് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ജൂൺ മാസത്തിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയാണ് വരുന്നത്. ഓക്കെ, അതായത് അത് എങ്ങനെ നേടിയെടുക്കണം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന അവസരങ്ങൾ, നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ജേണിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് യൂണിവേഴ്സ് അതത് സമയങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജൂൺ മാസത്തിൽ. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ്. എന്തിൻ്റെ ബേസിലാണ് ക്ലാരിറ്റി കിട്ടണേ? നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് അതെന്തായാലും നിങ്ങൾ നേടിയെടുത്തിരിക്കും എന്നുള്ളതിൽ നിങ്ങൾക്കൊരു വ്യക്തത വരികയാണ്. അതായത് അതെന്തായാലും നേടിയെടുത്തിരിക്കും, അല്ലെങ്കിൽ സംശയത്തിൻ്റെ ഒരു അംശമില്ല. കാരണം അത്രയും യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എല്ലാ റിസോഴ്സസും കൃത്യസമയത്ത് നിങ്ങളെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ റിസോഴ്സസിനെ കൊണ്ടുവരുന്നു. ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെ ഡിറ്റർമൈൻഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം നിങ്ങൾ അത് നേടിയെടുത്തിരിക്കും എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, പൊതുവേ ഒരു കാര്യമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടത് വലിയ മാറ്റം അങ്ങനെ ഒന്നും അല്ല ഞാൻ കാണുന്നത്. പക്ഷെ ഒരു സ്വസ്ഥതയുണ്ട്, മനസ്സിനൊരു സ്വസ്ഥതയുണ്ട്, മനസ്സിനൊരു സമാധാനമുണ്ട്. കാരണം എന്തിലേക്കാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത് അതൊന്നില്ലെങ്കിൽ നിങ്ങൾ അത് നേടിയെടുക്കുന്നു, അല്ലെങ്കിൽ അത് നേടിയെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു 100% ക്ലാരിറ്റി യൂണിവേഴ്സ് തരികയാണ്. നിങ്ങൾക്ക് ഒരു കാലതാമസമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ പോയിന്റിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് എത്തിക്കുക. യൂണിവേഴ്സ് വളരെ ആക്റ്റീവ്ലി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഒരു യാഥാർത്ഥ്യമാക്കുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു എന്താ പറയുക ഒരു അനുഭവങ്ങളായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്തിരിക്കുന്ന ഒരു ആത്മവിശ്വാസം നിങ്ങളുടെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഈ ഒരുപാട് നല്ല വാർത്തകൾ ഇതിനുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ, നല്ല കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഒരു എന്തായാലും ഒരു 99% പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ആ ഒരു പോസിറ്റീവായിട്ടുള്ള വളരെ എൻകറേജിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച്. അപ്പോൾ ഒരു എന്താ പറയണ്ടേ, നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്, ആ ഒരു എനർജി ആയിരിക്കണം. ഓക്കെ, ഇന്ന സമയത്ത് നടക്കണം, ഇന്ന പോലെ നടക്കണം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. യൂണിവേഴ്സിന് അറിയാം ഒരു ബെസ്റ്റ് വേ അല്ലെ, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിനെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല രീതി ഏതാണ്, നല്ല വഴി ഏതാണെന്ന് യൂണിവേഴ്സിന് അറിയാം. ആ വഴിയിൽ യൂണിവേഴ്സ് കൊണ്ടുവരട്ടെ, അതിനെ നിങ്ങൾ അനുവദിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു കരിയർ വൈസ് നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂൺ മാസം ഇങ്ങനെയായിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ലക്ഷ്യവുമായിട്ട് പോകുന്ന ഒരാളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതല്ല ഇപ്പോൾ കരിയറിൽ അതിന് ത്രൂ ഔട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് പറഞ്ഞ പോലെ ഗുഡ് ന്യൂസസ് കിട്ടുന്നുണ്ട് ജനറലി. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല വാർത്തകൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ, അതായത് എല്ലാവരും നോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില നേട്ടങ്ങൾ, ചില വിജയങ്ങൾ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ലഭിക്കുന്നുണ്ട്. ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ പൊതുവെ മനസ്സമാധാനം നിറഞ്ഞൊരു സമയമായിരിക്കും നിങ്ങളുടെ ജൂൺ മാസം കരിയറുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇനി ഈ കരിയറിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജൂൺ മാസത്തിൽ പൊതുവെ ഒരു സമാധാനം നിറഞ്ഞ ക്ലാരിറ്റി നിറഞ്ഞ ഒരു മാസമാണ് കരിയറുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് 1 എന്ന് കണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഗ്രൂപ്പ് 1 കളക്റ്റീവിന് നൽകാനായിട്ടുള്ളത്, പ്രത്യേകിച്ച് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ജൂൺ മാസത്തിലേക്ക് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത്? ട്രസ്റ്റ് ദ ഡിവൈൻ ടൈമിംഗ്. ഓക്കെ, ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുക, ഡിവൈൻ പ്ലാനിനെ വിശ്വസിക്കുക. നിങ്ങൾ അത് മറ്റുള്ളവർ ഡെലൂഷണലാണെന്നോ ഇല്യൂഷണലാണെന്നോ ഒക്കെ പറയും, ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ
നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ഒരു ആത്മവിശ്വാസവും ധൈര്യവും കൂടുതൽ കാണിക്കേണ്ട ഒരു മാസമാണ്. നിങ്ങൾ എത്ര കൂടുതൽ അത് കാണിക്കുന്നു, അതുപോലെ ആളുകളുമായിട്ട് കൃത്യമായ ബൗണ്ടറി കീപ്പ് ചെയ്യുക. രഹസ്യമായി വെക്കേണ്ടതിനെ രഹസ്യമായി തന്നെ വെക്കുക. ഓക്കെ, വളരെ മൈൻഡ്ഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തി, ചിലപ്പോൾ നിങ്ങൾ അത്രയും നാൾ വളരെ അടുപ്പുള്ള ഒരാളായിരിക്കും, പക്ഷെ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫ് എനർജി, അതായത് അവരെ സൂക്ഷിക്കണം എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടെങ്കിൽ ആ തോന്നലിനെ നിങ്ങൾ വിശ്വസിക്കണം. അതനുസരിച്ച് നിങ്ങൾ അവരിൽ നിന്നൊരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏതൊരവസരവും നിങ്ങൾ ഉപയോഗിക്കണം. അത് ചിലപ്പോൾ ചില ഇവന്റ് അറ്റൻഡ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ അതെല്ലാം എന്തായാലും ഉപയോഗിച്ചിരിക്കണം. അതിനോട് യെസ് പറയണം. ഒരു കാരണവശാലും നിങ്ങളിലേക്ക് തേടി വരുന്ന നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസരങ്ങളെ, അല്ലെങ്കിൽ സഹായങ്ങളെ, സജഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ഇതിനൊന്നും നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ പാടില്ല ജൂൺ മാസത്തിൽ. ഓക്കെ, ഇതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വളരെയധികം വളരെ ഡയറക്റ്റാണ് മെസ്സേജ്. യൂണിവേഴ്സിൽ വിശ്വസിക്കുക, ഡിവൈൻ ടൈമിങ്ങിലും ഡിവൈൻ പ്ലാനിലും വിശ്വസിക്കുക, വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. ഓക്കെ, ഹെൽത്തി ബൗണ്ടറി ആളുകളായിട്ട് കീപ്പ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ലക്ഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലക്ഷ്യം വെച്ച് പ്രയത്നിക്കുന്ന ഒരാളാണ് എങ്കിൽ ആ ലക്ഷ്യത്തിന് രഹസ്യമായിട്ട് വെക്കുക, ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് സൂക്ഷിക്കണം എന്ന് മനസ്സിൽ പെട്ടെന്നൊരു തോന്നൽ വരികയാണ്. പക്ഷെ നിങ്ങൾ അവരായിട്ട് അത്രയും നാൾ വളരെ അടുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കണം, എന്താ അങ്ങനെ തോന്നൽ, അങ്ങനെ അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും, അങ്ങനെ വിചാരിച്ച് തള്ളിക്കളയരുത്. അങ്ങനെ ഒരു തോന്നൽ പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അവരിൽ നിന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കുക. ഓക്കെ, അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഓഫേഴ്സ്, ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻസ്, സജഷൻസ്, അഡ്വൈസസ്, ഇതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. എല്ലാത്തിനോടും യെസ് പറയണം. ഓക്കെ, ഇനി നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും ജൂൺ മാസം 2025 ജൂൺ മാസം ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനെ പൊതുവെ എങ്ങനെയായിരിക്കും? 2025 ജൂൺ മാസം ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിനെ പൊതുവെ എങ്ങനെയായിരിക്കും? Clarify the Two of Wands. ഒരു പ്രോഗ്രസ് എന്തായാലും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പം നിങ്ങൾക്ക് യാത്രകളൊക്കെ ചെയ്യാൻ അവസരം കിട്ടുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. അല്ലെങ്കിൽ പുതിയ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട്, പ്രത്യേകിച്ച് നിങ്ങൾ വല്ല ഓവർസീസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കുന്നുണ്ട്, അബ്രോഡ് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രസ്, ഒരു പുരോഗതി നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങനെ കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു പ്രോഗ്രസ് കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അവിടെ ഒരു പുരോഗതി, ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് നിങ്ങൾ എന്തായാലും കാണുന്നുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവേ നിങ്ങളൊരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ എല്ലാ സൂചനകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, പുതിയ എനർജീസ്. ഓക്കെ, അത് വ്യക്തികളുടെ രൂപത്തിലായിരിക്കാം, സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ പുതിയ എനർജി കുറേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല നല്ല അവസരങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണുന്നു. യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ തന്നെ ചില വിജയങ്ങൾ ആഘോഷിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്നൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് മാറ്റമൊന്നും ജൂൺ മാസത്തിൽ കാണില്ല. പക്ഷേ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതിൽ നിന്ന് ഒരു പുരോഗതി, അത് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. ഓക്കെ, ജീവിതത്തിൽ എന്തൊക്കെയാണ് ജൂൺ മാസത്തിൽ സംഭവിക്കുന്നത് പൊതുവേ നിങ്ങൾ അതിൽ വളരെ തൃപ്തരായിരിക്കും എന്ന് കാണുന്നു. നിങ്ങൾക്ക് അവിടെ ഒരു ടെൻഷൻ അങ്ങനെ അല്ലെങ്കിൽ ഒരു തൃപ്തി കുറവ് അതില്ല. നിങ്ങൾ വളരെ എന്തൊക്കെ നടക്കുന്നുണ്ടോ ആ കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നു, അതിന് അവസരങ്ങൾ കിട്ടുന്നു. പിന്നെ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ വളരെയധികം ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു തരത്തിലൊരു നിരാശ അല്ലെങ്കിൽ ഒരു വിഷമം അങ്ങനെയൊന്നും കാണുന്നില്ല. നിങ്ങൾ വളരെയധികം എവിടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അതിൽ വളരെ ഓക്കെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി അതിൽ
ഹാപ്പിയാണ്, സംതൃപ്ത അല്ലെങ്കിൽ സംതൃപ്തനായിരിക്കും. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ ലൈഫ്, ഓക്കെ, ലൈഫിനായിട്ട് യൂണിവേഴ്സ് നൽകാനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജൂൺ മാസത്തിലേക്ക് പൊതുവായിട്ട് എന്ത് ഗൈഡൻസ് ആണ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് യൂണിവേഴ്സിന് നൽകാനുള്ളത്? നിങ്ങൾ എന്താണോ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ എനർജിയിലായിരിക്കുക. അപ്പം നിങ്ങൾ കൂടുതൽ സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ, സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ, സമാധാനം നിറഞ്ഞ ജീവിതമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ മാസത്തിലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സന്തോഷം ഉള്ള അനുഭവങ്ങൾ വരുമ്പോൾ, അതുപോലെ തന്നെ മുൻപ് കഴിഞ്ഞു പോയ കാലത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള ഓർമ്മകൾ, നിങ്ങൾക്കൊരു സമാധാനം നൽകിയിട്ടുള്ള സമയങ്ങൾ, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ പ്രസന്റ് മൊമെന്റിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്ന കാര്യങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വ്യക്തികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ അതിനെ കൃത്യമായി അക്നോളജ് ചെയ്യുക. അതിനെക്കുറിച്ച് അതിനു വേണ്ടി ആ ഒരു കാര്യത്തിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുക. അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കണം. ലൈഫിലൊരു ഹാപ്പിനെസ് വേണം, ലൈഫിലൊരു സമാധാനം വേണം ജൂൺ മാസത്തിലെങ്കിൽ ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങളായിരിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന നിങ്ങൾക്ക് സന്തോഷം തരുന്ന, സമാധാനം തരുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, വ്യക്തികളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് എനർജിയിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആ എനർജിയാണ് നിങ്ങൾ ജൂൺ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജി. അപ്പോൾ ജൂൺ മാസത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ്. ഓക്കെ, കൃത്യമായിട്ട് ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആണ് നിങ്ങളും യൂണിവേഴ്സും തമ്മിൽ ജൂൺ മാസത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കറിയാം നിങ്ങൾ അർഹിക്കുന്ന ഒരു ലെവൽ ഉണ്ട് ഇല്ലേ, അതിന് താഴെ ഒന്നും നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഒരു കാരണവശാലും നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് താഴെ നിൽക്കുന്ന ഒരു കാര്യത്തിന്, അതൊരു വ്യക്തി ആയിക്കോട്ടെ, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിന് സ്വീകരിക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും ഹൈ ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. Clarify the Two of Coins. Clarify the Two of Coins. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കൃത്യമായി വ്യക്തത ലഭിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ചില റിലേഷൻഷിപ്പിനെ ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അത് പ്രണയമായിരിക്കാമല്ല, സൗഹൃദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിനെ ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അതിലൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലാരിറ്റി ലഭിക്കുന്നതാണ്. ആ ക്ലാരിറ്റി ലഭിക്കുമ്പോൾ ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് അതിനെ ഇപ്പം നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ ആ കൺഫ്യൂഷൻ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുതരും. അപ്പം എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ലാരിറ്റി ലഭിക്കുന്ന പക്ഷം നിങ്ങൾ കൃത്യമായി തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് നല്ലത് എന്താണോ ആ കാര്യത്തിൽ ഹോൾഡ് ഓൺ ചെയ്യുന്നതാണോ അതോ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണോ എന്ന് നിങ്ങൾ ഒരു ഇമോഷൻസിനെ മുൻനിർത്തിക്കൊണ്ടല്ല, അല്ലാതെ നിങ്ങളുടെ സന്തോഷത്തിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ നല്ലതിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, അതുമായി മുന്നോട്ട് പോകുക. ഓക്കെ, ഒരു കാരണവശാലും നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടിയിട്ടും നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ ആ കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ ഒരു ഡിസിഷൻ എടുക്കാതെ നിൽക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ആ തീരുമാനം, നിങ്ങൾക്ക് നല്ലതായ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്ലാരിറ്റിയും യൂണിവേഴ്സ് ജൂൺ മാസത്തിൽ കൊണ്ടുതരുന്നുണ്ട്. ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ലതാകുന്ന രീതിയിൽ നിങ്ങൾ തീരുമാനം എടുക്കണം. അതേസമയം ആ തീരുമാനം കൊണ്ട് മറ്റാർക്കും ദോഷം വരുന്നില്ല എന്നും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ എൻകറേജ് ചെയ്യാതിരിക്കുക. അതിപ്പോൾ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം, ഇപ്പോൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്, പക്ഷെ ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അതിൽ ക്ലാരിറ്റി കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാതിരിക്കുക. മനസ്സിലായല്ലോ? ക്ലാരിറ്റി ഉണ്ടാവേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അതുപോലെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തീരുമാനം ഈ ജൂൺ മാസത്തിൽ എടുക്കാനായിട്ട് പാടില്ല. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് 2025 ജൂൺ മാസം അവരുടെ പ്രണയത്തിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? ഓക്കെ,
ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് 2025 ജൂൺ മാസം ഒരു പ്രണയ ജീവിതത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ പ്രണയ ജീവിതത്തെ സംബന്ധിച്ച് ഈ 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും? Clarify the King of Wands. Clarify the Ten of Cups. Clarify the World. Thank you. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയർ എനർജി എനിക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. ഒരു പ്ലെയർ എനർജി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 വേ കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ കാണുന്നു സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ഒരു സീരിയസ് റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ വ്യക്തി അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്താ പറയുക, അവരത് ഉദ്ദേശിക്കുന്നില്ല. അവർക്കൊരു പ്ലെയർ എനർജി, കിങ് ഓഫ് വാൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ എന്താ പറയുക, ചാമിങ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരുടെ വർത്തമാനങ്ങളും കാര്യങ്ങളും നിങ്ങളെ വളരെയധികം അവരിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഓക്കെ, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളെ വളരെയധികം അവരിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ലോങ് ടേം സീരിയസ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ജൂൺ മാസത്തിൽ അത് ലഭിക്കില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ഉറപ്പായിട്ടൊരു നിരാശ കൊണ്ടുവരും. പക്ഷെ നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു ക്ലാരിറ്റി വ്യക്തമായിട്ട്, അതായത് ആ ഒരു സ്കോപ്പ് അവിടെ ഇല്ല. ആ വ്യക്തിയുമായിട്ടൊരു സീരിയസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി ലൈഫ്, ഒരു മാരീഡ് ലൈഫ്, അത് നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുന്നുണ്ട് ജൂൺ മാസത്തിൽ. ഓക്കെ, ആ വ്യക്തത വരുന്നതോടുകൂടെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ഒരു അവസാനം ഇടാൻ സാധിക്കുകയാണ്. നിങ്ങൾ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് എന്നേക്കുമായിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് വിഷമമുണ്ട്, ശരിയാണ്, നിങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയാണ്. കാരണം നിങ്ങൾക്ക് അതേസമയം ഒരു മനസ്സമാധാനം ഉണ്ട്. അതായത് ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഉണ്ടെന്നോ ഇല്ലെന്നുള്ള കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടുക, അല്ലേ? അതായത് ഈ വ്യക്തിയല്ല നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങൾക്ക് നൽകുന്ന വ്യക്തി ഇവരല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി കിട്ടി. അപ്പം നിങ്ങൾക്കത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യാം, നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ആ ഒരു എനർജിയും ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ശരിയാണ്, നിങ്ങൾക്കത് കുറച്ച് വിഷമമുണ്ടാക്കുമെങ്കിലും നിങ്ങളത് പെട്ടെന്ന് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിലങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ വ്യക്തത വരണം. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഈ വ്യക്തിക്ക് നൽകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പിന്നെ അവരിൽ ഫോക്കസ് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ ഓക്കെ, അപ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ് ജൂൺ മാസം നിങ്ങൾക്ക്. ഗ്രൂപ്പ് 1 നിങ്ങൾ ആ ഒരു കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു ചാപ്റ്റർ അവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിൽ മാത്രമാണ്. അങ്ങനെയും കാണുന്നുണ്ട്. അതായത് ഇനിയൊരു അനാവശ്യമായിട്ടൊരു വ്യക്തിക്ക് നിങ്ങളൊരു അവസരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഇനി നിങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സീരിയസ് കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണറിൽ മാത്രമാണ് എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രണയ ജീവിതത്തെ സംബന്ധിച്ച് ഈ ജൂൺ മാസത്തിലേക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാനുള്ളത് നോക്കാം. നിങ്ങളോട് പേഷ്യൻസ് കാണിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡെസ്പറേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പാർട്ട്ണറിനെ മീറ്റ് ചെയ്തെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്താണ്, നിങ്ങൾ പേഷ്യൻസ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ആ ഒരു അലൈൻമെൻറ്റ്, നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള അലൈൻമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വ്യക്തിയെ, ഈ കിങ് ഓഫ് വാൻസിനെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിന് ക്ലോഷർ ഇടുന്നത്, ആ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറുമായിട്ട് എനർജറ്റിക്കലി അലൈൻ ചെയ്ത് തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം, ക്ഷമയോടെ മുന്നോട്ട് പോകണം. പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ആ പുതിയ ആളുകൾ നിങ്ങൾ പരിചയപ്പെടും, പുതിയ ഒരു അറ്റ്മോസ്ഫിയർ, പുതിയ എനർജീസ്, നിങ്ങൾ അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം. ഒരിക്കലും ഈ മാറ്റത്തിനെ എതിർ നിൽക്കാൻ പാടില്ല. മാറ്റത്തിനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് യൂണിവേഴ്സ് എടുത്ത് പറയുന്നു.
ഓക്കെ. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മൊമെന്റിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ പ്രസന്റ് വേർഷനും നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുമ്പോഴത്തെ വേർഷനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ അക്കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറയുന്നു. ജൂൺ മാസം തുടങ്ങി നിങ്ങളുടെ ഫോക്കസ് അതായിരിക്കണം. ഓക്കെ. നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിനെ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. അതിനുവേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങുക ജൂൺ മാസത്തിൽ. അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുക. ഓക്കെ. ഒരു തരത്തിലുള്ള ഒരു കാഷ്വൽ കണക്ഷൻ, ഇനി ഒരു ഇൻഫാക്ച്വേഷൻ, അട്രാക്ഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കും ഇനി പോകാതിരിക്കാം. ഇനി സീരിയസ് കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ലോങ് ടേം കമ്മിറ്റ്മെന്റിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ, അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ഓക്കെ. അപ്പൊ അതിലേക്ക് എത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുകയും വേണം, ക്ഷമ കാണിക്കുകയും വേണം. ഇതാണ് നിങ്ങൾക്കുള്ള നിങ്ങളുടെ ജൂൺ മാസത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡൻസ്. ഓക്കെ. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 അവരുടെ ജൂൺ മാസത്തെ സംബന്ധിച്ചുള്ള റീഡിംഗ് ആണ് ലഭിച്ചത്. ഈ റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് ആണ് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്? ഓക്കെ. ഇനി ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ജൂൺ മാസത്തിലെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറഞ്ഞാൽ 5, 7, 29 നിങ്ങളുടെ സൺ, മൂൺ, റൈസിംഗ് സോഡിയാക് സൈനിൽ പൈസീസ് അല്ലെങ്കിൽ ലിബ്ര പ്ലേസ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ സ്പ്രിംഗ് സീസൺ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. അതായത് സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫെബ്രുവരി തൊട്ട് ഏകദേശം മെയ് വരെയുള്ള സമയം തന്നെയാണ്. അപ്പോൾ ആ ഒരു ടൈം, ആ പറയുന്ന ഫെബ്രുവരി മാസം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഏതെങ്കിലും മാസങ്ങൾ, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ മാസങ്ങളിൽ ഏതെങ്കിലും ഇന്ന് നിങ്ങളുടെ ജനനമാസം ആയിരിക്കാം. ഓക്കെ. ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ ജൂൺ 2025 സംബന്ധിച്ചിട്ടുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലുള്ള റീഡിംഗ് കൂടുതൽ കേൾക്കുന്നതിനായിട്ട് മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ജൂൺ 2025 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജൂൺ 2025 എങ്ങനെയായിരിക്കും നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കരിയറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ കരിയർ വൈസ് ഈ ജൂൺ 2025 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഒരു കരിയറുമായി ബന്ധപ്പെട്ട് 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും? ഓക്കെ. നമുക്ക് 9 ഓഫ് വാൻഡ്സും 9 ഓഫ് പെൻറ്റക്കിൾസും ആണ് കിട്ടിയിട്ടുള്ള 2 കാർഡുകൾ. ക്ലാരിഫൈ ദ 9 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ ദ 9 ഓഫ് കപ്സ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ ജോലിയിലൊരു മാറ്റമോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ജോലിക്കായി ശ്രമിക്കുകയോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സാമ്പത്തിക ഉന്നതി വരുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രയത്നിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ നടക്കുന്നതായിട്ട് ഈ ജൂൺ മാസത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂട്ടുന്നതായിട്ട് കാണുന്നു.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് ഉള്ളൊരു രീതിയിലാണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ നടന്ന് കിട്ടുന്നത്. അതും ഈ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മാറ്റമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ നിങ്ങൾ ആഗ്രഹം ആഗ്രഹമാണോ, എന്ത് മാറ്റം വരുത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം വരുത്തുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് അതിനുള്ള ഒരു ആ മാറ്റം കൊണ്ടുവരുന്നതിനും അത് സ്ഥിരമായി നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാധ്യത കാണുന്നത്. അപ്പോൾ അതൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കാം നിങ്ങൾക്ക് അതിൻ്റെ അവസരമൊക്കെ നിങ്ങളിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് വേണം, ആത്മവിശ്വാസത്തോടെ ആ ഒരു അവസരത്തിനെ ഉപയോഗിക്കണം, ആ അവസരത്തിനെ സ്വീകരിക്കണം. മാത്രമല്ല ഈ ഒരു ആഗ്രഹം നടക്കുന്നതോടുകൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ഫോക്കസ് തന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾ വേണമെങ്കിൽ അത്രയും ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. അപ്പോൾ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്ന തരത്തിലുള്ള ഒരു ആഗ്രഹ സബലീകരണം, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു ആഗ്രഹ സബലീകരണമാണ് നിങ്ങളുടെ കരിയറിലൂടെ നിങ്ങളൊട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് കിട്ടുന്ന ഒരു ഫീൽ തന്നെയാണ് ജൂൺ മാസത്തിൽ. നിങ്ങൾ വളരെയധികം ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്നതും ഈശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാറ്റത്തിന് നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. മാത്രമല്ല നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കൂടുന്നതായിട്ടും കാണുന്നു. അപ്പോൾ കൂടുതൽ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള ജൂൺ മാസത്തിലേക്ക് നൽകാനുള്ള അഡ്വൈസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവിന് അവർ കരിയറുമായി ബന്ധപ്പെട്ട് ഈ 2025 ജൂൺ മാസത്തിലേക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്. Clarify the 5 of Cups. Clarify the Wheel of Fortune. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കരിയറിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതിന് പകരം നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു നിരാശയിൽ ഇരിക്കാതിരിക്കാൻ പ്രത്യേകം പറയുന്നു. നിങ്ങളെ എന്തെങ്കിലും ഈ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നതിനായിട്ട്, അല്ലേ? അപ്പോൾ ആ ഒരു ഇതുവരെ ചിലപ്പോൾ അത് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല, അതിൻ്റെ ഒരു നിരാശ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് എന്നോ ലഭിക്കുന്നതിൻ്റെ അവസരം വന്നത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതായിട്ട് കാണുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നിരാശ, ഒരു വിഷമമൊക്കെ നിങ്ങളിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂണിവേഴ്സ് പക്ഷേ പറയുന്നത് നിങ്ങളുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് വിശ്വസിക്കുക. യൂണിവേഴ്സ് അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. പക്ഷെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആദ്യം ലഭിക്കാനിരുന്നതിനേക്കാൾ മികച്ചതായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ പറയുന്നു. നിങ്ങൾ ആ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തന്നെ പറയാണ്. അതൊന്നല്ല, നിങ്ങൾ കരിയറിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അത് വളരെ ആത്മവിശ്വാസത്തോടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ അത് മുൻപ് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ പോലും അതിനേക്കാൾ മികച്ചതാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ആ ഒരു ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നതി നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ പോലും അതൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഡിവൈൻ പ്ലാനിനെ വിശ്വസിക്കുക, ഡിവൈൻ ടൈമിങ്ങിനെ വിശ്വസിക്കുക. ആ ഒരു സമയത്ത് ആ ഒരു കാര്യം നടക്കുക എന്നുള്ളത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ പ്ലാൻ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നടക്കുമ്പോൾ അതിനെ സ്വീകരിക്കുക, അതനുസരിച്ച് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്നു ആത്മവിശ്വാസത്തോടെ ആയിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ വരുത്താൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് നിങ്ങളുടെ ജൂൺ മാസത്തിൽ നിങ്ങൾ എന്തൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്തൊക്കെ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഒരു എനർജറ്റിക്കലി നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ള ഒരു സമയമാണ് ജൂൺ മാസം. അപ്പോൾ ആ ഒരു കഴിവിനെ നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾക്ക്
ഗുണകരമാകുന്ന രീതിയിൽ, അതേസമയം മറ്റൊരാൾക്ക് ദോഷം വരാത്ത രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഭാഗ്യത്തിൻ്റെ ഒരു തുടക്കം അങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കരിയർ വൈസ് ഈ ഒരു ജൂൺ മാസം അതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു കൺഫർമേഷനാണ് ഈ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, സാമ്പത്തിക ഉന്നതി കരിയറിലൂടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവസരം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം സബലീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ഭാഗ്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശയിലേക്കാണ് പോകുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു പുതിയ ഒരു ദിശയായിരിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ ജീവിതം 2025 ജൂൺ മാസം പൊതുവെ ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. 2025 ജൂൺ മാസം പൊതുവെ ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് എങ്ങനെയായിരിക്കും? ഈ ഡാർക്ക്നെസ് കൂടിയും കുറഞ്ഞും വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മഴയുള്ള സമയമാണല്ലോ, അപ്പോൾ ഈ കാർമേഘം കൂടുന്നതനുസരിച്ചിട്ടാണ് ഈ ഇരുട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ലൈറ്റിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡുകൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. Clarify the Knight of Pentacles. Thank you. Clarify the Six of Pentacles. Clarify the Sun. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജൂൺ മാസത്തിൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം എന്തിനു വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നോ അത് നിങ്ങളുടെ കഷ്ടപ്പാടിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. അപ്പം നിങ്ങൾ എന്തിനു വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്താലും ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ എടുത്ത അത്രയും ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, അതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സമയമായിട്ടാണ് എനിക്ക് നിങ്ങൾക്ക് ജൂൺ മാസം കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, ജൂൺ മാസം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷ കൂട്ടുന്നതാണ്. നിങ്ങളിൽ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഉണ്ടായിരിക്കുക. മാത്രമല്ല, ഇതുവരെ നിങ്ങൾക്ക് ഒട്ടും തൃപ്തി തരാത്ത ഒരു സിറ്റുവേഷനിലാണ്, സാഹചര്യത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ടും കാണുന്നു. അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാണ്. ഓക്കെ, അതൊരു ചെറിയ കാലത്തേക്കല്ല, നിങ്ങൾ അതിൽ നിന്ന് എന്നേക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തൃപ്തരല്ലാതായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ജൂൺ മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൃപ്തി നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് എഫേർട്ട് എടുക്കുന്നുണ്ടോ ആ എഫേർട്ടിനനുസരിച്ചിട്ടുള്ള ഫലം നിങ്ങൾക്ക് എന്തായാലും ലഭിച്ചിരിക്കും. ഓക്കെ, ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ഈ ജൂൺ മാസത്തിലാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പൊതുവേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ജൂൺ മാസം നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ വളരെ സന്തോഷം ഉള്ള ഒരു വ്യക്തിയായിരിക്കും, നിങ്ങൾ വളരെയധികം സംതൃപ്തി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളത് ഒരുപാട് ആസ്വദിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊട്ടും സന്തോഷം തരാത്ത, നിങ്ങൾക്ക് ഒരു അതൃപ്തി തരുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ, അതിൽ നിന്നെല്ലാം നിങ്ങൾ ജൂൺ മാസത്തിൽ മുന്നോട്ട് പോകുന്നത്, അതിനൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു തരത്തിൽ പറയാൻ വെച്ചാൽ ഒരു കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കുന്ന, ആ കഷ്ടപ്പാടുകൾ അവസാനിച്ച് നല്ല കാലം തുടങ്ങുന്നത് ഈ ജൂൺ മാസം തുടങ്ങിയാണ്. ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ജൂൺ മാസത്തിലേക്ക് ഗ്രൂപ്പ് 2-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്.
നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓരോ അധ്യായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തായാലും ഒരു അവസാനം ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്രയും സന്തോഷം തരാത്ത, സംതൃപ്തി തരാത്ത കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി പോകുന്നത്. അപ്പം പല കാര്യങ്ങളും അപ്പോൾ അവിടെ അവസാനിക്കും. ഓക്കെ, ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ അവിടെ അവസാനിക്കും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അപ്പം അവസാനങ്ങളെ, അത് ഏതൊരു തരത്തിലുള്ള എൻഡിങ് ആണെങ്കിലും ആ അവസാനങ്ങളെ സ്വീകരിക്കുക. അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതിപ്പോൾ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല. ആ അവസാനം ഇപ്പം ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കും, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നല്ലോ ആളുടെ കൂടെ, ഞാൻ വളരെ എന്താ പറയുക പ്രണയ ജീവിതം എന്ന് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് പെട്ടെന്ന് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അകൽച്ച വരുമ്പോൾ ഞങ്ങൾ വളരെ നല്ല ടേംസിലായിരുന്നല്ലോ, ഇതെന്താ പെട്ടെന്ന് തന്നെ അവസാനിച്ചത്, നല്ല സങ്കടമായിപ്പോയി, ഞാനത് ഒരുപാട് ആസ്വദിച്ചതാണ്. പക്ഷെ നിങ്ങൾക്കത് നല്ലതായിരിക്കില്ല ലോങ് ടേമിൽ. അതുകൊണ്ടാണ് അത് അവസാനിച്ച് പോകുന്നത്. മനസ്സിലായോ? ആ അകൽച്ച വരുന്നത്. അപ്പോൾ ആ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആ അകൽച്ച വരുമ്പോൾ അതിനെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. ആ അകൽച്ച മാറ്റി വീണ്ടും അടുക്കാൻ ശ്രമിക്കരുത്. അവിടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ യൂണിവേഴ്സിന്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നിങ്ങൾ അതിന് തടസ്സം നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ കഷ്ടപ്പാടുകൾ അവസാനിക്കുമ്പോൾ അത് അവസാനിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കഷ്ടപ്പാടുകൾ അവസാനിക്കുകയാണ്, അത് അവസാനിച്ചു. അപ്പം അറിയാലോ, നിങ്ങൾക്ക് അതിനുള്ള ഒരു തെളിവ് യൂണിവേഴ്സ് തരുമ്പോൾ അതെ ഇതെൻ്റെ കഷ്ടപ്പാട് അവസാനിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് തിരിച്ചു വരുമോ, ഇനി പ്രശ്നം ഉണ്ടാവോ, ഇനി ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാവോ, അങ്ങനെ ഒരു ഭയത്തോടു കൂടെ മുന്നോട്ട് പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദിശ മാറുന്ന സമയമാണ് ജൂൺ മാസം. ഓക്കെ, നിങ്ങൾക്ക് നല്ലതാണ് ആ ജൂൺ മാസത്തിൽ ദിശ മാറുക പറയുമ്പോൾ നിങ്ങളുടെ നല്ലതിനാണ് ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പോസിറ്റീവായി വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുന്നേ അനുഭവിച്ചിട്ടുള്ള ചില എന്താ പറയുക തിക്താനുഭവങ്ങളുടെ ഒരു അനന്തരഫലമാണ്. നിങ്ങൾക്ക് പേടിയാണ്, ആ സന്തോഷം നിലനിൽക്കില്ലേ എന്നുള്ളൊരു ഭയം. ആ സന്തോഷം നിലനിൽക്കും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് യൂണിവേഴ്സ് പ്ലാൻ പ്രകാരമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ഒരു സംതൃപ്തി തരുന്നൊരു മാസമാണ് ജൂൺ മാസം പൊതുവെ. ഓക്കെ, അപ്പോൾ ആ സംതൃപ്തി ലഭിക്കുന്ന അനുഭവങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ആ ഒരു ഇമോഷനിലായിരിക്കാനായിട്ട് ശ്രമിക്കുക. സന്തോഷം തരുന്ന, സംതൃപ്തി തരുന്ന, സമാധാനം തരുന്ന ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാകും. ആ അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിങ്സിൽ നിങ്ങൾ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നല്ല നല്ല അനുഗ്രഹങ്ങളൊക്കെ അത് അവരുടെ കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ അത് ആഘോഷിക്കുക. അതിന് നന്ദി പറയുക. ആ വരുന്ന നല്ല നല്ല മാറ്റങ്ങളെ സ്വീകരിച്ച് ആസ്വദിക്കുക. ഓക്കെ, അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അത്രയും എന്താ പറയുക, ആ ഒരു നല്ല കാലം വരുമ്പോൾ അതിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണം. ആ നല്ല കാലം വന്നു എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാൻ പറ്റണം. ഓക്കെ, ഇത് കുറച്ച് നാളത്തേക്കാണെങ്കിലോ, ഇനിയിപ്പോൾ മാറിപ്പോയാലോ, ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് തുടങ്ങുമ്പോൾ ഇതൊക്കെ എൻ്റെ നിന്ന് നഷ്ടപ്പെട്ട ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ വല്ലാണ്ട് സന്തോഷിക്കണ്ട, അങ്ങനെ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. കുറച്ച് സമയം എടുക്കും നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട്, പക്ഷെ നിങ്ങളത് വിശ്വസിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഗൈഡൻസ് എടുത്തുല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഒരു പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും? എന്താണ് അവർക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ 2025 ജൂൺ മാസത്തിലെ അവരുടെ പ്രണയ ജീവിതത്തിൽ? നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു സമയം, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത് ഈ ഒരു ജൂൺ മാസം. ഓക്കെ, നിങ്ങൾ വളരെയധികം ഒരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് കൂടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ എന്താ പറയുക, നിങ്ങൾ നിങ്ങളായി തന്നെ പക്ഷെ അത്രയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നൊരു സമയം. മേജർ അർക്കാനാസാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു എഗെയിൻ ഞാൻ കാണുന്നു, നിങ്ങൾക്കൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു
ഒരു വ്യക്തത വരികയാണ്. അതായത് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് സിംഗിൾ ആകാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനൊക്കെ ഒരു ഭയം, ഒരു പേടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ ആ പേടിയൊക്കെ മാറി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീവ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ എങ്ങനെയാണോ ആ നിങ്ങളെ തന്നെ പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്ത് അതിൽ ആ ഒരു ആത്മവിശ്വാസം കൈവരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വേർഷനാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കണേ. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇനി നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ വേറെ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പിനെയും എൻകറേജ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് യൂണിവേഴ്സിൽ വിശ്വസിച്ച് ലൈഫിൽ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകുന്നു. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇപ്പൊ പ്രസന്റിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ സിംഗിൾ ലൈഫ് അത്രയും എൻജോയ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുകയാണ്. കാരണം നിങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസം ഉണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആരെയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ യൂണിവേഴ്സ് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടന്നിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് എടുത്ത് പറയേണ്ടത് ചിലപ്പോൾ കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ച ചില ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കാം. അതൊക്കെ മാറുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഈ ജൂൺ മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫുള്ളി നിങ്ങളെ ഒതന്റിക് സെൽഫിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നത് എല്ലാം നിങ്ങളുടെ സന്തോഷത്തിനാണ്, അല്ലാണ്ട് വേറെ ആരെയും കാണിക്കാനോ വേറെ ആർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കുറവുകളെ മറക്കാനൊന്നുമല്ല. നിങ്ങൾ ഒരുപാട് ഒരുങ്ങുന്നതൊക്കെ നിങ്ങളുടെ സന്തോഷത്തിനാണെന്ന് കാണുന്നു. നിങ്ങൾ അത്രയും ലൈഫിനെ വളരെ ഒരു പ്രത്യേകിച്ച് പ്രണയ ജീവിതത്തിൽ എനിക്കാരും കൂട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ അതിനെ വളരെ ലൈറ്റായി എടുക്കുന്നു. അതേസമയം നിങ്ങളത് വളരെയധികം എൻജോയ് ചെയ്യുന്നു. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ബ്രേക്കപ്പിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുന്നുണ്ട്. ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആ എനർജി നിങ്ങളോട് പറയുന്നത് ഇത്രയാണ്, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ഓക്കെ, അതായത് ശരിയായ ആൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി ലഭിക്കുകയാണ്. അത് നിങ്ങൾക്ക് തരുന്നൊരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തിലാണ് നിങ്ങൾ ജൂൺ മാസത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളവിടെ ഒരു പാർട്ട്ണർ ഇല്ലാത്തതിൽ നിങ്ങൾക്ക് ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഇനി നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിൽ മാത്രമായിരിക്കും. നിങ്ങൾക്ക് റൈറ്റ്ഫുള്ളി നിങ്ങളുടെ എന്താ പറയണ്ടേ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ. അതല്ലാതെ വേറെ ആരിലും നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വേറൊരാളിലും നിങ്ങൾ എന്താ പറയണ്ടേ കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഒരു തരത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിങ്ങൾ ഓക്കെയാണ്. ഇപ്പം നിങ്ങൾ സിംഗിളായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ഓക്കെയാണ്. നിങ്ങൾ അതിനെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചൊന്നും കാണുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെയധികം ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിങ്ങൾക്ക് അതൊരു സങ്കടം ഇല്ല. ഒരാൾ കൂട്ടില്ലല്ലോ, എൻ്റെ ലൈഫ് അത്ര സുഖമല്ലല്ലോ, പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് കമ്പയർ ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഒക്കെ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇന്ന് പോകുന്നത് കാണുന്നു. നിങ്ങൾക്ക് കാര്യമായൊരു ചേഞ്ച് എന്തായാലും ജൂൺ മാസത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അത് കൂടുതലും ഇന്റേണലി ആയിരിക്കാം സംഭവിക്കുന്നത്, പക്ഷെ അതിൻ്റെ റിഫ്ലക്ഷൻ ഡെഫിനറ്റ്ലി എക്സ്റ്റേണലി ഉണ്ടാകുന്നതാണ്. അതും എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ യാത്രകൾ ഒറ്റയ്ക്ക് സോളോ ട്രിപ്സ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് മാക്സിമം നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാണ്. നിങ്ങളുമായിട്ട് ആ ഒരു സെൽഫ് ലവ് ജേണിയാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറെയാണ്. നിങ്ങൾ എൻഗേജ് ചെയ്യുന്നത് ആ സെൽഫ് ലവിലാണ്. ആ സെൽഫ് ലവിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അതാണ് ശരിയായ വഴി. നിങ്ങളത് അങ്ങനെ ഫൈനലി ആ ഒരു ശരിയായ മാർഗത്തിന് നിങ്ങൾ എംബ്രേസ് ചെയ്യുന്നു. Clarify the Princess of Coins. Okay. Clarify the Princess of Coins. Queen of Wands. Clarify the Queen of Wands. നിങ്ങൾക്ക് 2 കാർഡ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക. യൂണിവേഴ്സ് അത് പറയണത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്താണോ നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഡെസ്റ്റിൻ പാർട്ട്ണറെയാണ് ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി ആ ഒരു സീരിയസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ആ റിലേഷൻഷിപ്പ്, ഡിസേർവ് ചെയ്യുന്ന പാർട്ട്ണർ, അതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അത് നിങ്ങളോട് പറയുന്നു, അതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ സെൽഫ് ലവ് ജേണി അതിലും ഫോക്കസ് ചെയ്യുക.
കൃത്യമായ ആക്ഷൻസ് എടുക്കുക, മുന്നോട്ട് പോവുക. അത് നിങ്ങൾ ഒട്ടും വിട്ടുകളയാൻ പാടില്ല. അതിനാരും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗ്ലോ അപ്പ് എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറേ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്കൊരു സമയം കിട്ടുന്നതാണ് ജൂൺ മാസം. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോകുക, നെറ്റ്വർക്കിങ്ങിലൊക്കെ ഇൻവോൾവ് ആകുക. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം, ആളുകളൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഒരു ഗ്ലോ അപ്പിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എത്ര ആസ്വദിക്കാൻ പറ്റുമോ അത്രയും ആസ്വദിക്കുക. ഓക്കെ, പിന്നെ കഴിഞ്ഞു പോയി നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ, സൗഹൃദങ്ങൾ, ഇതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോകും. അതൊന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല. ഓക്കെ, പിന്നെ അതുപോലെ പറയുന്നു, എത്രത്തോളം റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ, എത്രത്തോളം ആസ്വദിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് ജൂൺ മാസം വളരെ നല്ലതായിരിക്കും. എല്ലാ തരത്തിലും, പ്രണയ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ തരത്തിലും. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുക. ആ പാസ്റ്റിന് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. ഈ പാസ്റ്റിന് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ലേ, നിങ്ങൾ എപ്പോഴും ഡിസേർവ് ചെയ്യുന്നത് ഏറ്റവും ദ ബെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ അല്ലെങ്കിൽ എന്താ പറയേണ്ട നെഗറ്റീവ് ഇമോഷൻസിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാതെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നു. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗ്ലോ അപ്പ്, എസ്പെഷ്യലി നിങ്ങൾക്കൊരു മാഗ്നറ്റിക് എനർജി നിങ്ങളുടെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഗ്ലോ അപ്പിന്റെ ഭാഗമായിട്ട്. അപ്പോൾ കുറേ പേര് നിങ്ങളോട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അവര് നിങ്ങളെ എന്താ പറയുക, ഒരു സ്യൂട്ടേഴ്സ് എന്ന രീതിയിൽ കുറേ പേര് നിങ്ങളിൽ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അവരിങ്ങനെ ഇനീഷ്യേറ്റ് എടുക്കും. അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഗ്ലോ അപ്പിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി അത് എൻജോയ് ചെയ്യുക. അങ്ങനെ അവർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ ഒരു ഗ്ലോ അപ്പ് ടൈമിനെ നിങ്ങൾ മാക്സിമം ആസ്വദിക്കുക. അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങളവിടെ വല്ലാതെ കോഷ്യസ് ആവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഓൾറെഡി വളരെ പ്രൊട്ടക്റ്റഡ് ആണ്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ഈ ഒരു ആത്മവിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന വ്യക്തികൾ, സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, ഓർമ്മകൾ, ഇതിൽ നിന്നല്ല നിങ്ങൾ മാക്സിമം മാറി നിൽക്കുക. അങ്ങനത്തെ ഒരു എന്ത് കാര്യം, ഓർമ്മകളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, അവരൊന്നും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ നോക്കുന്നത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് ഈ ജൂൺ മാസത്തിൽ റീഡിംഗ് ആണ് അവർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസ് ആണ് നൽകാനായിട്ട് സാധിക്കുക? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പം നിങ്ങൾക്ക് ജൂൺ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീയതികളാണ് നമ്മൾ മുകളിൽ കാണുന്നത്. 13, 15, 17, 19, 22, 23 ഈ തീയതികൾ ജൂൺ 2025 നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ MZO ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഈ പറയുന്ന ലെറ്റേഴ്സ് ഉണ്ടാകാം. നിങ്ങളുടെ സൺ, മൂൺ, റൈസിംഗ് പ്ലേസ്മെന്റിൽ അക്വേറിയസ് പ്ലേസ്മെന്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഒരു ജൂൺ 2025 ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജൂൺ 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അവർക്ക് 2025 ജൂൺ മാസം എങ്ങനെയായിരിക്കും?
ഓക്കെ, നമുക്ക് ഏസ് ഓഫ് വാൻസ് ആണ് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള കാർഡ് കേട്ടോ. പുതിയ തുടക്കങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു എനർജി നമുക്ക് ഇവിടെ സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. Clarify the Ace of Wands. Clarify the Ace of Wands. ഡെഫിനറ്റ്ലി വളരെ നല്ലൊരു ടൈമാണ് നിങ്ങൾക്ക് കാണുന്നത്. സണ്ണാണ് പിന്നെ കിട്ടിയിട്ടുള്ള കാർഡ്. ഓക്കെ, അതായത് വളരെയധികം നിങ്ങൾ ഹാപ്പി ആകുന്ന തരത്തിലുള്ള ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കരിയറിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കും. അതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ കരിയറിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷ തരുന്ന രീതിയിലാണ് ഈ ഒരു പുതിയ തുടക്കം എന്ന് കാണുന്നത്. അത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തുടക്കമാണ്. ഓക്കെ, സ്ഥിരതയുണ്ട് അതിനെന്ന് കാണുന്നു. കിങ്ങും ക്യൂണും പെൻറ്റക്കിൾസ് പിന്നാലെ വന്നിട്ടുണ്ട്. നമ്മൾ കരിയർ ആണല്ലോ വായിക്കുന്നത്, അപ്പോൾ നമ്മളവിടെ കരിയറിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇനി ഒരു ലവ് എലമെൻറ്റിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതെന്താ കാണിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നു നിങ്ങളുടെ കരിയറിൽ. അത് ഏത് രീതിയിലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അത് ഫൈനാൻഷ്യലി, അതുപോലെ തന്നെ ഒരു കരിയർ, ഒരു ജോബ്, അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാതെ തന്നെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, അതിൽ നിന്ന് കിട്ടുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ രണ്ട് കാര്യത്തിനൊരു സ്ഥിരത വരുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ഓക്കെ, നിങ്ങൾക്ക് അത്രമേൽ സന്തോഷം തരുന്ന ഒരു പുതിയ തുടക്കം എന്തായാലും നിങ്ങളുടെ കരിയറിൽ നടക്കുന്നുണ്ട്. അത് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. നിങ്ങളെ അത് ഒരുപാട് എക്സൈറ്റഡ് ആക്കുന്നു. മാത്രമല്ല ഭാവിയെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലൊരു പ്രത്യാശ തരുന്ന, ഓക്കെ, ഒരു പ്രതീക്ഷ തരുന്ന ഒരു പുതിയ തുടക്കമാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജൂൺ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുക. നിങ്ങളുടെ കരിയർ കൂടുതൽ സ്റ്റേബിൾ ആക്കുന്ന, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കൂടുതൽ സുരക്ഷിതമാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത്. നിങ്ങളവിടെ ഒരു ബാലൻസ് നിങ്ങൾ അച്ചീവ് ചെയ്യാണ് നിങ്ങളുടെ കരിയറിൽ. നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ഒരു ബാലൻസ്, ഓക്കെ, അത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് ഈ ഒരു എന്താ പറയണ്ടേ ജൂൺ മാസത്തിൽ. നിങ്ങൾക്ക് എന്താണോ ലഭിക്കുന്നത് നിങ്ങളുടേതാണ്, നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് സ്വയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓക്കെ, കാരണം നിങ്ങൾ അത്രയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അത്രയും പ്രയത്നിച്ചിട്ടുള്ളതാണ്. ചിലപ്പം ഫിസിക്കൽ ഹാർഡ് വർക്ക് ആയിരിക്കില്ല, ഇന്റേണൽ വർക്കുകളായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന മാറ്റം, നിങ്ങൾക്ക് ഈ വരുന്ന പുതിയ തുടക്കം, നിങ്ങൾക്ക് അത്രമേൽ സന്തോഷം തരുന്ന, ഒരു സംതൃപ്തി തരുന്ന, നിങ്ങളൊരു വലിയ വിജയമായിട്ട് കാണുന്ന ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾ അർഹിക്കുന്നതാണ്. അതൊരു ഭാഗ്യം മാത്രമല്ല എന്ന ഒരു പൂർണ്ണ വിശ്വാസവും നിങ്ങൾക്കുണ്ടായിരിക്കും. ചുറ്റുള്ളവർ ചിലപ്പോൾ പറയും എന്തൊരു ഭാഗ്യ അതിന് കിട്ടിയില്ലോ, സാധാരണക്കും കിട്ടണതല്ല. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ എടുത്തിട്ടുള്ള എഫേർട്ട്, നിങ്ങൾ കടന്നു വന്നിട്ടുള്ള വഴികൾ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് ആ ഒരു ഉറപ്പ് കിട്ടുകയാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. കരിയറിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്, സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അതാണ് നിങ്ങൾ അനുഭവിക്കുക കരിയറിൽ. ഓക്കെ, അപ്പോൾ വളരെ നിങ്ങളോട് പറയുന്ന ഒരു എടുത്തു പറയുന്നൊരു കാര്യമാണ്, ഓവർ എക്സൈറ്റഡ് ആകാതിരിക്കുക. നിങ്ങൾ ആരോടൊക്കെ ഈ ഒരു നല്ല വാർത്ത ഷെയർ ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിച്ചു വേണം. കഴിവതും ആരോട് പറയാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുക, ആരോട് അത് പറയാതിരിക്കുക. നമ്മൾ പറയും സന്തോഷം വരുന്ന കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യണം. പക്ഷേ കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഇപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം വരിക എന്ന് പറയുമ്പോൾ അതിൽ ആത്മാർത്ഥമായി അതിൽ സന്തോഷിക്കുന്നവർ വളരെ വളരെ ചുരുക്കമാണുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം അതനുസരിച്ച് ഇതിനെ രഹസ്യമായി വെക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഇനി ഈ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് നൽകാനുള്ള ജൂൺ മാസത്തിലേക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. കരിയറുമായി ബന്ധപ്പെട്ട് 2025 ജൂൺ മാസത്തിലേക്ക് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് നൽകാനുള്ള ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2 എന്നാണ് ഞാൻ പറയാൻ വന്നത്. അതിനെയാണ് 3 ആക്കി പോയപ്പോൾ അതൊരു പ്രത്യേക തരത്തിലായി വന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് 2ലും ഗ്രൂപ്പ് 3ലും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആ 2 ഗ്രൂപ്പും കണ്ടോളൂ. ചെറിയൊരു സാമ്യമുണ്ട്, ഒരുപാട് സാമ്യം എന്ന് ഞാൻ പറയില്ല, പക്ഷെ എവിടേക്കോ ഒരു മെസ്സേജസ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടോളൂ. ആ കൺഫ്യൂഷനുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർ കാണണ്ട. ഓക്കെ,
ഇനി ഗ്രൂപ്പ് 2 ഇതുപോലെ തന്നെ കൺഫ്യൂഷനായിട്ട് ഗ്രൂപ്പ് 2 കണ്ടിട്ട് ഗ്രൂപ്പ് 3ലേക്ക് വന്നിട്ടുള്ള വെച്ചാൽ നിങ്ങൾക്ക് ഇത് കൺഫർമേഷൻ ആണ്. ഈ 2 ഗ്രൂപ്പിലും നിങ്ങൾക്ക് മെസ്സേജസ് ഉണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, സാമ്പത്തിക സ്ഥിതി മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ, അതൊരുപാട് ഒറ്റയടിക്ക് വലിയ മാറ്റം വരുത്തണം എന്നല്ല പറയണം, പക്ഷേ അത് അക്നോളജ് ചെയ്യണം. അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർന്നു എന്നുള്ളത് നിങ്ങൾ അക്നോളജ് ചെയ്യണം. ആ അക്നോളജ് ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിത രീതിയിൽ ചെറിയൊരു മാറ്റമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വരുത്തണം. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ശരിയാണ്, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടി, കൂടുതൽ പിശുക്ക് കാണിക്കുകയാണ് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കൊരു ഭയമാണ്, ഈ വന്നിരിക്കുന്ന പൈസയൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ആ ഭയം കൊണ്ടാണ്, സബ് കോൺഷ്യസ്ലി ആ ഒരു ഭയം ഉള്ളതുകൊണ്ടാണ് കിട്ടിയ പൈസേനെ നിങ്ങളിങ്ങനെ അടക്കി വെച്ചിരിക്കാൻ നോക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയാതെ യൂണിവേഴ്സിനോട് പറയുന്നത് ഈ പൈസ എനിക്ക് കിട്ടാൻ അർഹതയില്ല, ഓക്കെ, ഇത് എനിക്ക് എന്നിൽ ഇരിക്കില്ല, ഇത് എന്നിൽ നിന്ന് നഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കൊരു ഉപകാരമില്ലാത്ത രീതിയിൽ ആ പൈസ ചിലവായി പോവുകയും ചെയ്യും. അതേസമയം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. ആ ഒരു ഉയർച്ച വന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം, ഓക്കെ, അത് ചെറിയ മാറ്റമായിരിക്കും, ഗ്രാജുവലി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടെന്നാൽ മതി, ദൂർത്തടിക്കണം എന്നല്ല പറയണേ. അപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരിക. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിലാകാം, ഇതുവരെ വാങ്ങിയതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് അത് എഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം വാങ്ങാം. ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ പറയണത്. അങ്ങനെ നിങ്ങൾ എന്താ പറയുക, ആ ഒരു മാറ്റത്തിനെ നിങ്ങൾ അക്നോളജ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണോ നിങ്ങളുടെ ഗോൾസ് ആയിട്ടുള്ളത്, ആ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, വർക്ക് ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാനുള്ള കാര്യങ്ങളൊക്കെ കരിയറിലൂടെ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജീവിതം അതനുസരിച്ച് ആസ്വദിക്കണം. ഓക്കെ, എല്ലാം കിട്ടി ശരിയാണ്, പക്ഷേ എന്നാൽ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. അതിനനുസരിച്ച് ചെറിയ രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞല്ലോ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, അതിന് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആഘോഷിക്കാം. നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ടവരെ കൂടെ നിങ്ങൾക്ക് അത് ആഘോഷിക്കാം. അങ്ങനെയാണ് നമ്മൾ ആ ഒരു മാറ്റങ്ങളെ സ്വീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോഴാണ് അതുപോലുള്ള നല്ല നല്ല മാറ്റങ്ങൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. പിന്നെ നിങ്ങളൊരു സക്സസ്ഫുൾ പൊസിഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന മാറ്റം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു ഉറപ്പാണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി നിങ്ങളുടെ കരിയർ സ്റ്റേബിളാണ്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ സ്റ്റേബിളാണ്, അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ സെക്യൂർ ആണ്, കരിയറിൻ്റെയും ഫൈനാൻസിൻ്റെയും ഫ്യൂച്ചർ സെക്യൂർ ആണ് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് തരുന്ന ആത്മവിശ്വാസം. ഓക്കെ, ആ ആത്മവിശ്വാസത്തോടെ വേണം നിങ്ങൾ ജൂൺ മാസത്തിലായിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകളെ മീറ്റ് ചെയ്യാനും പുതിയ എന്താ പറയുക എന്തെങ്കിലും ഒരു ഇവൻ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടിയാൽ അതിനെന്തായാലും നിങ്ങൾ പോകുക. അവിടെയുള്ള ആളുകളുമായിട്ട് നല്ലൊരു നെറ്റ്വർക്ക്, നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു മാറ്റത്തിന് നിങ്ങൾ നിങ്ങളുടെ പുതിയ ഐഡൻറ്റിറ്റി ആയിട്ട് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, ഇനി നമ്മൾ നിങ്ങളുടെ നെക്സ്റ്റ് സെക്ഷൻ, അതായത് നിങ്ങളുടെ ജീവിതം പൊതുവേ നിങ്ങൾക്ക് ജൂൺ 2025 ജൂൺ മാസം പൊതുവേ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇപ്പോൾ 2025 ജൂൺ മാസം ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് പൊതുവേ എങ്ങനെയായിരിക്കും? 2025 ജൂൺ മാസം ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് പൊതുവേ എങ്ങനെയായിരിക്കും? 2025 ജൂൺ മാസം ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് പൊതുവേ എങ്ങനെയായിരിക്കും? ഓക്കെ, clarify the High Priestess.
നിങ്ങളുടെ എനർജി വളരെ ഒരു എനർജറ്റിക്കൽ ഫ്രീക്വൻസി കൂടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പൊതുവേ വളരെ മനസ്സമാധാനം നിറഞ്ഞൊരു മാസമാണ് ജൂൺ മാസം. വളരെ മനസ്സമാധാനമായിരിക്കും, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും ജൂൺ മാസത്തിൽ. ഓക്കെ, പിന്നെ മാത്രമല്ല നിങ്ങൾ ലൈഫിനെ ജൂൺ മാസത്തിൽ നിങ്ങൾ ലൈഫിനെ വളരെ ലൈറ്റായിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളിങ്ങനെ സീരിയസ് ആയി എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങനത്തെ ഒരു ഇതേ ആയിരിക്കില്ല. കാരണം ജൂൺ മാസത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയായിരിക്കും, ആ അനുഭവങ്ങളാണ് നിങ്ങളുടെ എന്താ പറയുക ജീവിതത്തിനെ കുറച്ചും കൂടെ ലൈറ്റായിട്ട് എടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് നിങ്ങളുടെ ചില സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ലൈഫ് പൊതുവെ ഒന്ന് എൻജോയ് ചെയ്യുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ഓക്കെ, പിന്നെ സ്പിരിച്വലി നിങ്ങൾ കൂടുതൽ യൂണിവേഴ്സായി കണക്ട് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് നയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു നിങ്ങൾക്ക് ലൈഫ് റിലാക്സ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ നിങ്ങൾ കൂടുതൽ ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നതും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്ന ചില കൺഫർമേഷൻ, ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്ന ചില മെസ്സേജസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ അത്രമേൽ വിശ്വസിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കണം, ഓക്കെ എനിക്ക് ഓൾറെഡി ഇൻറ്റ്യൂട്ടീവ്ലി കിട്ടിയ ഒരു മെസ്സേജാണ്, ഞാനതൊന്ന് വിശ്വസിച്ചില്ല, അപ്പോൾ എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നതൊക്കെ വളരെ കറക്റ്റാണ്, ഞാനത് വിശ്വസിക്കേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് എന്താ ലൈഫ്, അപ്പം നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി അറിയാം നിങ്ങളുടെ ലൈഫ് ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ ഇല്ലാതായി നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല അനുഗ്രഹങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊരു തോന്നൽ, ശക്തമായ തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ തോന്നലിനെ അത്രമേൽ വിശ്വസിച്ച് നിങ്ങൾ ജീവിതത്തിനെ വളരെയധികം ആസ്വദിക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ ജൂൺ മാസം കാണുന്നത്. ഒരു വളരെ ലൈറ്റ് എനർജി. ഓക്കെ, ഒരു ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെയൊന്നും ഇല്ലാത്ത, കാത്തിരിപ്പില്ലാത്ത, എന്നാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, വളരെയധികം എന്താ പറയുക ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, ടെൻഷനുകൾ അത് ഇല്ലാന്ന് തന്നെ പറയാം. അതുപോലെ ജീവിതം ഇങ്ങനെ ആസ്വദിച്ച് ഒരു ചെറിയ പ്രസന്റ് മൊമെന്റിലായിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി ഒക്കെ ലഭിച്ചിട്ടുള്ളതായിട്ട് കാണുന്നു. ജൂൺ മാസത്തിലെ അനുഭവങ്ങൾ അങ്ങനെയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി, ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ പ്രസന്റ് മൊമെന്റിലായിരിക്കുന്നു, ജീവിതം വളരെയധികം ആസ്വദിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻറ്റ്യൂഷനിൽ കുറേ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഇൻറ്റ്യൂട്ടീവിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ്, നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. സ്പിരിച്വൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ബോണ്ട് സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളെ തന്നെ ഒരുപാട് ഫോക്കസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് ജീവിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ഓക്കെ, അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒത്തുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ സ്കിൻ കെയർ, ഹെയർ കെയർ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം പറയണം. അവിടെ നിന്ന് തൊട്ട് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. നിങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ജൂൺ മാസത്തിൽ നടക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയാണ്, നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് ജീവിതം ഒരുപാട് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, റിലാക്സ്ഡ് ആയിരിക്കാം എന്ന് കാണിക്കുന്ന ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്യാരണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജൂൺ മാസത്തിലേക്കായിട്ട് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് നൽകാനുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് പറയുന്നത് മനസ്സമാധാനത്തോടെ ഇരിക്കുക. നമുക്ക് 6 ഓഫ് സോർഡ്സ് ആണ് കിട്ടിയത്. ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ കുറഞ്ഞാണ് വരിക, കൂടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സമാധാനത്തോടെ ഇരിക്കുക. ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അവസാനിക്കുമ്പോൾ അതിന് തിരിച്ചു വരുമെന്നൊരു ഭയം വേണ്ട, തിരിച്ചു വരില്ല. ഓക്കെ, പ്രശ്നങ്ങൾ ഒന്ന് വിട്ട് ഒഴിഞ്ഞു പോവാണ്. കണ്ടോ, നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്കാണ് കിടക്കണം. ഇപ്പം അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കുകയാണ്. ജൂൺ മാസത്തിൽ ആ കഷ്ടകാലം അവസാനിച്ച് പുതിയൊരു സമയത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന ഒരു സമയമാണ് ജൂൺ മാസം. ഓക്കെ, അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഒന്ന് വിട്ട് ഒന്ന് കഴിഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, മാത്രമല്ല ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു മാറ്റത്തിനെ നിങ്ങൾ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. ഒഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുകയാണ്, ആ കഷ്ടപ്പാടുകൾ എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകുകയാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി പോയി
നിങ്ങൾക്ക് കൂടുതലൊരു മനസ്സമാധാനവും സ്വസ്ഥതയും ഉള്ള ഒരു സമയമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങൾ അത്ര ശക്തമായിരിക്കില്ല. ഓക്കെ, അപ്പൊ അണ്ടർലൈൻ എനർജി നമുക്ക് സൺ കാർഡാണ് കിട്ടണേ. അപ്പൊ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ, അത് നിങ്ങളിൽ നിന്ന് റിലീസായി പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളവിടെ ഇന്റൻഷനലി ആ നെഗറ്റീവ് തോട്ട്സിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാതിരിക്കുക. അതത്ര ശക്തമായിട്ടായിരിക്കില്ല. അപ്പൊ അതിനെ അതൊരു ജസ്റ്റ് ഒരു ചിന്തകൾ, പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് ഇല്ലേ? എല്ലാ ചിന്തകളെയും നമ്മൾ ശ്രദ്ധിച്ച് എന്താ പറയുക അതിനനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? അല്ല, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നു, അപ്പൊ തന്നെ വിടുന്നു. കാരണം അതൊന്നും സത്യമല്ല എന്നുള്ള ബോധ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അത് വെറുതെ ചിന്തയാണ് എന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ആ നെഗറ്റീവ് തോട്ട്സ് ഒഴിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ അത് റിലീസ് ചെയ്യാം. ഓക്കെ, അതിലൊരു കാരണവശാലും ഹോൾഡ് ഓൺ ചെയ്യാതിരിക്കുക, പിടിച്ചു നിൽക്കാതിരിക്കുക, അതിനെ വിട്ടൊഴിക്കുക. കാരണം ഈ പറഞ്ഞ പോലെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ് ജൂൺ മാസം. അപ്പോൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയും ചെയ്യും, നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ സൈമിൾട്ടേനിയസ്ലിയാണ് നടക്കുക. അപ്പോൾ ആ മാറ്റത്തിനെ നിങ്ങൾ അതുപോലെ ഉൾക്കൊള്ളുക. അവിടെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ വളരാൻ അനുവദിക്കാതിരിക്കുക. അത് സ്ട്രോങ് ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾ അതിലിങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നാൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ വേരുറപ്പിച്ച് അത് സ്ട്രോങ് ആകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അത് ചെയ്യാതിരിക്കുക. പൊതുവേ നിങ്ങൾക്കൊരു മനസ്സമാധാനമുള്ള ഒരു മാസമാണ്, ഒരു സ്വസ്ഥതയുള്ള ഒരു മാസമാണ് ജൂൺ മാസം. അത് അങ്ങനെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങൾ കുറെ നാളായിട്ട് കാത്തിരിക്കുന്നതായിരിക്കും, ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു മാറ്റമായിരിക്കാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നോ നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം. അത് നടക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ പ്രണയ ജീവിതത്തിൽ ഈ 2025 ജൂൺ മാസത്തിൽ എന്തൊക്കെയാണ് അവർക്ക് പ്രതീക്ഷിക്കാവുന്നത്? ഈ 2025 ജൂൺ മാസം ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവരുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും? ഓക്കെ, ജസ്റ്റിസ് കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ജസ്റ്റിസ് കാർഡ്. എംപറസ്, ക്ലാരിഫൈ ദ എംപറസ്. 10 of swords, clarify the 10 of swords. ഓക്കെ, നിങ്ങളിൽ നിന്ന് റെസിസ്റ്റൻസ് പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ആ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് മാറുകയാണ്. അതായത് നിങ്ങളുടെ ഡിവൈൻ യൂണിയന് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആകുന്ന ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിങ്ങൾക്ക് ചില ഒരു റെസ്ട്രിക്ഷൻ എനർജി ഉണ്ടായിരുന്നു. ആ ഡിവൈൻ യൂണിയൻ നടക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിയാൻ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഉണ്ടെന്നല്ല പറയണേ. ജൂൺ മാസത്തിൽ ഞാൻ കാണുന്നത്, ചിലപ്പോൾ ഇപ്പം ഉണ്ടായിരിക്കാം, പക്ഷെ ജൂൺ മാസത്തിൽ ഞാൻ കാണുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്, നിങ്ങൾ തടയാൻ ശ്രമിച്ചിരുന്ന ആ ഒരു മാറ്റം, ആ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കുന്നത് നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മുന്നുള്ള അനുഭവങ്ങൾ വേദന നിറഞ്ഞ അനുഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇനിയും അങ്ങനെ ഉണ്ടാകുമോ, ഇനിയും അങ്ങനെ വിഷമങ്ങൾ ഉണ്ടാകുമോ, അതിലൂടെ കടന്നു പോകേണ്ടി വരും എന്നൊരു ഭയം കൊണ്ടാണ് നിങ്ങൾ ഒരു വ്യക്തിയെയും നിങ്ങൾ അടുപ്പിക്കാതിരിക്കണം. വളരെ സിംഗിൾ ആയിട്ടുള്ള ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിൽ കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി ആരും വേണ്ട, അല്ലെങ്കിൽ എന്താ അത്ര ഉറപ്പുണ്ടെങ്കിൽ മാത്രം മതി. ആഗ്രഹമുണ്ട്, എന്നാൽ ഭയവുമാണ് അടുപ്പിക്കാൻ. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെ എന്താ പറയുക, എപ്പോഴും നിങ്ങൾക്കൊരു റെസിസ്റ്റ് ചെയ്യാനൊരു ടെൻഡൻസി, നിങ്ങൾ ഒട്ടും ഇത് പ്രോത്സാഹിപ്പിക്കില്ല. ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കില്ല. റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇതുവരെ ഉള്ളത്. പക്ഷെ ജൂൺ മാസത്തിലെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയിലാണ്, എംപ്രസ് എനർജിയിലാണ് ആയിരിക്കുക. ഓക്കെ, അത് എന്താ പറയുക, നിങ്ങളിൽ കറക്റ്റ് ആ ഒരു ബാലൻസ് വരുന്നതാണ്. പ്രണയ ജീവിതത്തിൽ നിങ്ങളുടെ ഡിവൈൻ യൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുന്ന മാസമാണ് ജൂൺ മാസം. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ ഫെമിനിൻ എനർജിയിലാണ് നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഡിവൈൻ ഫെമിനിൻ എനർജി നിങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഡിവൈൻ മസ്കുലിൻ എനർജിയാണ്. ഓക്കെ, അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ അലൈൻഡ് ആകുന്ന ഒരു മാസം, അതാണ് ജൂൺ മാസം. നിങ്ങളുടെ വ്യക്തിയുമായിട്ട്, നിങ്ങളുടെ ആ ഒരു ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട്
നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുകയാണ് ജൂൺ മാസത്തിൽ. ആ റെസിസ്റ്റൻസ്, പാസ്റ്റിൽ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഭയം, ഓക്കെ, പേടി, അതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ആ ഒരു മാറ്റത്തിനെ തടയാനുള്ള ടെൻഡൻസി നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിങ്ങൾ ആ ഒരു യൂണിയനായിട്ട് തയ്യാറാകുന്ന ഒരു മാസമാണ് ജൂൺ മാസം. ഓക്കെ, നിങ്ങൾക്കത് വളരെ എളുപ്പമായിരിക്കും. ഇതുവരെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആശങ്ക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജൂൺ മാസത്തിൽ നിങ്ങൾ വളരെ കൂളായിട്ടാണ് ആ ഒരു കാര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും എനിക്ക് ലൈഫിൽ ഒരു പാർട്ട്ണറെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ വരട്ടെ, ഞാൻ അത് എക്സ്പ്ലോർ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അത് വളരെ എളുപ്പത്തിലാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. നിങ്ങൾ ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലാകുന്നതും ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും എന്താ പറയുക വേഗം നടക്കണം, ഇന്ന സമയത്തിനുള്ളിൽ നടക്കണം, അങ്ങനത്തെ ധൃതിയോ അനാവശ്യമായ പിടിവാശികളോ ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഓക്കെ നടക്കേണ്ട സമയത്ത് നടക്കട്ടെ. ഞാൻ എവിടെയായിരിക്കുന്നു, ഞാൻ എന്നിൽ തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ വ്യക്തി വന്നാൽ എൻ്റെ ജീവിതം കൂടുതൽ സുന്ദരമാകും. അല്ലാതെ തന്നെ ലൈഫിനെ ഹാപ്പി ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. നടക്കേണ്ട സമയത്ത് നടക്കട്ടെ, ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോൾ ആ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി അലൈൻഡ് ആകുകയാണ് ഈ ജൂൺ മാസത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന മാസം, ജൂൺ മാസം കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മാസത്തിലായിരിക്കും നിങ്ങൾ ആ വ്യക്തിയെ നേരിട്ട് കാണുന്നതും ആ ഒരു ഡിവൈൻ യൂണിയൻ സംഭവിക്കുന്നതും. അതിനുള്ള ശക്തമായൊരു എനർജി എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാനുള്ളത് നോക്കാം. ഗ്രൂപ്പ് 3യുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് 2025 ജൂൺ മാസത്തിലേക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകാനുള്ളത്? ക്ലാരിഫൈ ദ നൈറ്റ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ ദ സ്റ്റാർ. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ശരിക്കും അങ്ങനെയാണ്, ഇവിടെ ഈ സ്റ്റാറാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, അതായത് ഈ വ്യക്തി എവിടെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ നിങ്ങളിപ്പോൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഫിസിക്കൽ ഡിസ്റ്റൻസ് ആയിരിക്കാം, എനർജറ്റിക്കൽ അലൈൻഡ് ആകാത്തുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം. ആ ഒരു അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതിൽ നിന്ന് ആ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എനിക്ക് കാണുന്നത്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് സർപ്രൈസുകൾക്ക് തയ്യാറാകുക. ഓക്കെ, അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നടക്കുന്നതാണ്. പക്ഷെ അത് നിങ്ങൾ എൻജോയ് ചെയ്യുന്ന, നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളവിടെ പേടിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. കാരണം അത് കൊണ്ടെത്തിക്കുന്നത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് എന്താണ് അതിലേക്കാണ്. അതായത് ഇവിടെ കാണുന്ന വിഷ് ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ട് അലൈൻഡ് ആകുക, ഡിവൈൻ യൂണിയൻ സംഭവിക്കുക എന്നുള്ളതാണ്. അതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നു നിങ്ങളുടെ ലവ് ലൈഫിനെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക. പിന്നെ ഈ വരുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള പല എക്സ്പീരിയൻസസും നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഉണ്ടായിരിക്കും. അതിനെ അതേ രീതിയിൽ ഉൾക്കൊണ്ട് അത് ആസ്വദിക്കുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ പലരും ചിലപ്പോൾ നിങ്ങളെങ്ങനെ എന്താ പറയുക കോട്ട് ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളായിട്ട് കൂട്ടുകൂടാനൊക്കെ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു അറ്റൻഷൻ എൻജോയ് ചെയ്യാം ഡെഫിനറ്റ്ലി. പക്ഷെ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിലായിരിക്കണം. ഒരിക്കലും അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. ഓക്കെ, ആ അറ്റൻഷൻ എൻജോയ് ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് ആ ഒരു അറ്റൻഷൻ നിങ്ങളായിട്ട് തേടി പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതല്ല, നിങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. കാരണം നിങ്ങൾ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്കാണ് മാറുന്നത്. അതൊരു മാഗ്നറ്റിക് പവറുള്ള എനർജിയാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ അട്രാക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് ഒരു ലവ് ലൈഫ് സിനാരിയോയിൽ. അപ്പോൾ ആ വരുന്ന ടെൻഷനൊക്കെ എൻജോയ് ചെയ്യൂ. ഓക്കെ, അത് ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യുക. പക്ഷേ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ഡിവൈൻ കൗണ്ടർ പാർട്ടിൽ തന്നെയായിരിക്കണം. ഒരു കാരണവശാലും അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല. ഓക്കെ, അത് വിഷ്വലൈസ് ചെയ്യുക, പറ്റുമെങ്കിൽ അഫർമേഷൻസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഭാവി ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ഫ്യൂച്ചർ ലവ് ലൈഫ്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായുള്ള ആ ലവ് ലൈഫിനെ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമുക്കെന്ത് ചെയ്യാം, ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാം. അപ്പോൾ 3 സെക്ഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് 3യിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന് അവർ ജൂൺ മാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്.
ഇതിലേക്ക് ഇവർക്ക് കണക്ട് ചെയ്യുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? അവരുടെ പേരിൻ്റെ ഇനീഷ്യൽസ്, അതുപോലെ ബർത്ത് മന്ത്, സോഡിയാക് പ്ലേസ്മെൻറ്റ്, പിന്നെ ജൂൺ മാസത്തിലെ അവർക്ക് പ്രധാനപ്പെട്ട തീയതികൾ, ഓക്കെ. അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പോൾ സൺഡേ, ഞായറാഴ്ചകൾ ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും തുടങ്ങുമ്പോൾ ഞായറാഴ്ചകൾ തുടങ്ങാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് സൈനിൽ അക്വേറിയസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബർത്ത് മന്ത് എന്ന് പറയുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആകാം. ഓക്കെ, ഈ പറയുന്ന ഏതെങ്കിലും മാസങ്ങളായിരിക്കാം. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സീസൺ സ്പ്രിംഗ് സീസൺ, സമ്മർ സീസൺ ആകാം. പിന്നെ നിങ്ങളുടെ പേരിൽ ഫസ്റ്റ് നെയിം ഇനിഷ്യൽ, മിഡിൽ നെയിം ഇനിഷ്യൽ, ലാസ്റ്റ് നെയിം ഇനിഷ്യൽ എ അല്ലെങ്കിൽ ബി ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികൾ ജൂൺ 2025 നിങ്ങൾക്ക് പ്രധാനപ്പെട്ട തീയതികളാണ്. ഒരു മിനിറ്റ്, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. മഴ പെയ്യുന്ന കാരണം ഇരുണ്ട് വരികയാണ് കേട്ടോ. അതാണ് പ്രധാനപ്പെട്ട തീയതികളാണ് 5, 10, 12, 13, 15, 28, 29. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട തീയതികൾ. ഇതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗൈഡൻസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് വളരെ നല്ല ഒരു ജൂൺ 2025 ഞാൻ ആശംസിക്കുകയാണ്. താങ്ക്